പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയ് മാസത്തിൽ ആരംഭിച്ച 3200 രൂപ പെൻഷൻ ലഭിക്കുവാനുള്ളവർ നിരവധി പേരാണ്. അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കുമുള്ള 3200 രൂപയുടെ പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം. അവസാന തീയതിക്ക് ശേഷം വിതരണം ചെയ്യാതെ ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത്തരത്തിൽ മെയ് മാസത്തെ പെൻഷൻ വിതരണം പൂർണ്ണമായ ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുക. ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ ഗഡുവായ 1600 രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചർച്ചയ്ക്ക് വഴിവെച്ചതാകട്ടെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് KC വേണുഗോപാലിന്റെ പ്രസ്താവനയുമാണ്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ കുടുംബങ്ങളാണ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു 62 ലക്ഷത്തോളം ആളുകളും കൈക്കൂലിയായിട്ടാണ് ഈ ഒരു പെൻഷൻ വാങ്ങുന്നതെന്ന പ്രസ്താവനയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പൊതുസമ്മേളനത്തിലാണ് KC വേണുഗോപാലിന്റെ പ്രസ്താവന വാക്കുകളിൽ വന്നത്. ഇതിനെതിരെ സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി ചേർത്താണ് മെയ് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്തത്. ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ 3200 രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിച്ചത്. 50 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഒരു 3200 രൂപ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ബാക്കി 12 ലക്ഷത്തോളം ആളുകൾക്ക് 1600 മാത്രമാണ് എത്തിച്ചേർന്നത്. 2024 മാർച്ച് മാസത്തിന് മുൻപ് ഇത്തരത്തിൽ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് 3200 രൂപ ലഭിച്ചത്. ആ ഒരു കാലഘട്ടത്തിലായിരുന്നു സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം കാരണം കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത്. നിലവിൽ 5 ഗഡു ക്ഷേമ പെൻഷനാണ് കുടിശ്ശിക വന്നത്. അതിൽ പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർത്തു. 3 ഗഡുവാണ് ഇപ്പോൾ കൊടുത്തു തീർക്കാനുള്ളത്. ഇനി ശേഷിക്കുന്നത് 2 ഗഡു മാത്രമാണ്. അത് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായും വിതരണം പൂർത്തീകരിക്കും. 2024 മാർച്ച് മാസത്തിന് ശേഷം കൃത്യമായി എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് 1600 രൂപ മാത്രമാണ് ഈ മാസവും പെൻഷൻ എത്തിയത്. എന്നാൽ ഈ ഒരു പെൻഷൻ തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു വർഷമായി കൃത്യമായി എല്ലാ മാസവും നൽകി വരുന്നുണ്ട്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് പെൻഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പുറത്തുവരുന്നത്. ഈ മാസം ജൂൺ മാസം 20-ന് ശേഷം 1600 രൂപ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. അതിനുള്ള തുക ഈ മാസം 15-ാം തീയതിയോടുകൂടി അനുവദിക്കുമെന്ന അറിയിപ്പും ലഭിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ് ഈ മാസം 25-നാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് മാസം 24 വരെയാണ് സർക്കാർ ഇതിനായി സമയം അനുവദിച്ചിട്ടുള്ളത്. ഈ ഒരു സമയപരിധിക്കുള്ളിൽ എല്ലാ ആളുകളും മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. വിശദമായ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.